സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 87 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965 ആണ്. ഓപ്ഷൻ സി 1965. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്. 1942 ഓഗസ്റ്റ് 8 ആണ്. 1942 ഓഗസ്റ്റ് 8 കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഏത് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഏത് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെ സമ്മേളനത്തിലാണ്. ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിലാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഗസ്റ്റ് പ്രക്ഷോഭം. ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓഗസ്റ്റ് പ്രക്ഷോഭം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എത്ര? കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എത്ര? ഓപ്ഷൻ ബി ആണ് 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം. 227.97 ചതുരശ്ര കിലോമീറ്റർ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കമന്റ് ചെയ്യുക. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29 ആണ്. ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2007. ഓപ്ഷൻ ബി 2007. എംഫിസിമ ബാധിക്കുന്ന ശരീര അവയവം. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളേവ. ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ ലെൻട്രിക്കുലാർ മേഘങ്ങൾ. ലെൻട്രിക്കുലാർ മേഘങ്ങളാണ് ലെൻസിന്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ലെൻട്രിക്കുലാർ മേഘങ്ങൾ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് എന്ത്? ഇരുമ്പാണ്. ഇരുമ്പ്. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പ്. ലോഹഭാഗങ്ങളിലെ വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. ലോഹഭാഗങ്ങളിലെ വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് ലോഹഭാഗങ്ങളിലെ വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. അൾട്രാസോണിക്. 1765 സ്റ്റാമ്പ് ആക്ട് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1765 സ്റ്റാമ്പ് ആക്ട് ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1765 സ്റ്റാമ്പ് ആക്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിന്തയുടെ വേഗതയിൽ ബിസിനസ് എന്ന പുസ്തകം രചിച്ചത് ചിന്തയുടെ വേഗതയിൽ ബിസിനസ് എന്ന പുസ്തകം രചിച്ചത് ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ്. മധുബാനി ചിത്രരചനാ രീതി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? മധുബാനി ചിത്രരചനാ രീതി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ബീഹാറാണ്. ഓപ്ഷൻ സി ബീഹാർ. മധുബാനി ചിത്രരചനാ രീതി ബീഹാർ. തിരുവിതാംകൂറുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വിദേശികൾ. തിരുവിതാംകൂറുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരാണ് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഡച്ചുകാർ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളേവ? അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. നീതി ആയോഗിന്റെ ഭരണസമിതിയുടെ പേര്? നീതി ആയോഗിന്റെ ഭരണസമിതിയുടെ പേര് ഗവേണിംഗ് കൗൺസിൽ. ഗവേണിംഗ് കൗൺസിൽ. നീതി ആയോഗിന്റെ ഭരണസമിതിയുടെ പേര് ഗവേണിംഗ് കൗൺസിൽ. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ് അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം? വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം 1932. ഓപ്ഷൻ ബി 1932. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ച വർഷം? സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ചത് 1934. 1934. ഡാർവിൻസ് ട്യൂബർക്കിൾസ് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? ഡാർവിൻസ് ട്യൂബർക്കിൾ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? ചെവിയിലാണ്. ചെവി. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ. സാർക്കോമ ബാധിക്കുന്നത് യോജക കലയെയാണ്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആര്? കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടാണ് കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. 1957 ഏപ്രിൽ 5-നാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി പി പിള്ള. ഓപ്ഷൻ എ ബാരിസ്റ്റർ ജി പി പിള്ള. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മല. ചില രോഗങ്ങളെയും അവയുടെ രോഗകാരികളെയുമാണ് ചുവടെ ജോഡികളായിട്ട് നൽകിയിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായ ജോഡികൾ ഏവ എന്ന് കണ്ടെത്തുക. എലിപ്പനി ലെപ്റ്റോസ്പൈറ, മലേറിയ പ്ലാസ്മോഡിയം, പ്ലേഗ് വൈറസ്, ഡെങ്കിപ്പനി വൈറസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. എലിപ്പനി പരത്തുന്നു ലെപ്റ്റോസ്പൈറ ശരിയാണ്. മലേറിയ പ്ലാസ്മോഡിയം ശരിയാണ്. ഡെങ്കിപ്പനി വൈറസ് ശരിയാണ്. പ്ലേഗ് പരത്തുന്നത് എന്താണ്? പ്ലേഗ് പരത്തുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ. കാർഗിൽ യുദ്ധം നടന്ന വർഷം? കാർഗിൽ യുദ്ധം നടന്നത് 1999-ലാണ്. 1999. ടേബിൾ
ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ടേബിൾ ലാൻഡ്, പീഠഭൂമിയാണ്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമി. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. ഓപ്ഷൻ ബി തെന്മല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത് കൊല്ലം ജില്ലയിലാണ്. ഓപ്ഷൻ ബി കൊല്ലം ജില്ല. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. കേരളം രൂപീകൃതമായപ്പോൾ കർണാടകയിൽ നിന്നും കൂട്ടിച്ചേർത്ത താലൂക്കാണ് ഹോസ്ദുർഗ് താലൂക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് തെളിയിച്ചത് JC ബോസ് ആണ്. ഓപ്ഷൻ ബി JC ബോസ്. അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര്? സ്വാമി വിവേകാനന്ദൻ. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാളി ട്രോപ്പോസ്ഫിയർ. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് ആണ്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്ന അവസ്ഥയാണ് യൂട്രോഫിക്കേഷൻ. സൂപ്പർബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. വികസിപ്പിച്ചെടുത്തത് ആനന്ദ് മോഹൻ ചക്രവർത്തി. സൂപ്പർബഗ് എന്നത് ബാക്ടീരിയ ആണെന്ന് നോട്ട് ചെയ്യുക. ആനന്ദ് മോഹൻ ചക്രവർത്തി. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യപർവ്വതം. മണിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. ആദ്യമായി കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലി. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. കൃത്രിമ മഴയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തു സിൽവർ അയോഡൈഡ് ആണ്. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു?
ദ്വിതീയ മേഖലയാണ്. വൈദ്യുതോൽപാദനം ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖല. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ശരി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ മൂലകം ടെക്നീഷ്യമാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ മൂലകം ടെക്നീഷ്യം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ക്രിസ്മസ് രോഗം ഹീമോഫീലിയയാണ്. ഹീമോഫീലിയ. DNA ഫിംഗർ പ്രിന്റിംഗ് വികസിപ്പിച്ചത് അലക് ജെഫ്രീസ്. ഡോക്ടർ അലക് ജെഫ്രീസ് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് വികസിപ്പിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം? അപവർത്തനമാണ്. ലോക തണ്ണീർത്തട ദിനം എന്ന്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശില. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ്? ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയും റഷ്യയും ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്. സിനിമാ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭങ്കനമാണ്. ഓപ്ഷൻ സി വിഭങ്കനം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയ ഭേദഗതി. 61 ഭേദഗതി അനുസരിച്ചിട്ടാണ്. 61 ഭേദഗതി. അടുത്ത ചോദ്യം. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ആണ്. 2015. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ദേശീയ നിയമദിനമായി ആചരിക്കുന്നതെന്ന്? ദേശീയ നിയമദിനം നവംബർ 26. ദേശീയ നിയമദിനം നവംബർ 26. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ്. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം? 1983 ആണ്. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983. കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. 9ാം പദ്ധതി. കാനീസ് ഫെമിലിയാരിസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനീസ് ഫെമിലിയാരിസ്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബൽവന്ത് റായ് മേത്ത. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ. ഓപ്ഷൻ എ ഡോബ്സൺ. തട്ടേക്കാട് പക്ഷി സങ്കേതം ആരുടെ പേരിൽ അറിയപ്പെടുന്നു?
ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതം. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു എന്നിവ ശരിയാണ്. പ്രസ്താവന 2-ലെ 73-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 11-ാമത്തെ ഷെഡ്യൂളാണ്. 12-ാം ഷെഡ്യൂള് 74-ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓപ്ഷൻ എ ആണ് 1, 2 എന്നിവ. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. നവഭാരതത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വികിരണം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുറൈറ്റൻസിസ്. ഓപ്ഷൻ ബി എട്രോപ്ലസ് സുറൈറ്റൻസിസ്. ഉൽക്കകൾ കത്താൻ കാരണമായ ബലം ഘർഷണ ബലമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഘർഷണ ബലം. ജനഗണമനയുടെ ആദ്യത്തെ പേര്. ജനഗണമന ആദ്യം അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഞാനാണ് രാഷ്ട്രം ലൂയി 11-ാമൻ. എനിക്ക് ശേഷം പ്രളയം ലൂയി 15-ാമൻ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻഡ്രൈനെറ്റ്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ശരിയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ലൂയി 14-ാമനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ത്രിവർണ പതാകയിൽ എത്ര താമരകൾ ഉണ്ടായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം എത്രയായിരുന്നു? 8. വൈദ്യുതിയുടെ വാണിജ്യ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. ഓപ്ഷൻ സി കിലോ വാട്ട് അവർ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ദൂരദർശന്റെ ലോഗോയിലെ വാചകം സത്യം ശിവം സുന്ദരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ഓപ്ഷൻ ബി ആര്യങ്കാവ് ചുരം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം. ഓറിയോൺ ആണ്. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 19-ാം വകുപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3 ആണ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. അവസാനത്തെ ചോദ്യം, സത്യമേവ ജയതേ എന്ന വാക്കെടുത്തത് ഏതിൽ നിന്നാണ്? സത്യമേവ ജയതേ. ഓപ്ഷൻ സി ആണ്. മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന വാക്കെടുത്തത്. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.